തുർക്കിയെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ഗ്രീസ്. അതായത് തുർക്കിക്ക് 8ന്റെ പണി നൽകുകയാണ് ഗ്രീസ്. ഒപ്പം ഇന്ത്യയുമുണ്ട്. എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ സമീപത്താണ് ഇപ്പം ഗ്രീസ്, ഇസ്രയേൽ, അതുപോലെ തുർക്കിയൊക്കെ ഉള്ളത്. ഇപ്പോൾ തുർക്കി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യയെ യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കവാടം എന്ന് പറയാം. ഈ തുർക്കിയുടെ ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് അവർ പല കാര്യങ്ങളും അനാവശ്യമായിട്ടും ആവശ്യത്തിനുമൊക്കെ ഇടപെടുന്നത്. ഇപ്പോൾ ഗ്രീസ് പ്രത്യക്ഷമായിട്ട് തുർക്കിക്കെതിരെ നിലപാടുമായിട്ട് രംഗത്ത് വരും. എന്നിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും തുർക്കിയിലേക്ക് യാത്ര പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ തുർക്കിയിലേക്കാണ് പോകുന്നത്. ഈ തുർക്കി ചിലപ്പോൾ ഇസ്താംബൂളിലേക്കൊക്കെ ടൂറിസത്തിനൊക്കെ പോകും. അതുകൂടാതെ ഏതൻസിനെ നമുക്കൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് എടുക്കാം. അവിടെ നിന്ന് നമുക്ക് യൂറോപ്പിലേക്ക് പോകാം. ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തണം. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും ഗ്രീസും തമ്മിൽ ഇപ്പം ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. നയതന്ത്ര തലത്തിൽ, സൈനിക തലത്തിൽ. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടാണ് ഇന്ത്യയുമായിട്ട് ഈ ഗ്രീസ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ സ്ഥാപിച്ചത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഇയാൾ പണം ചെലവഴിച്ച് ഇങ്ങനെയൊക്കെ പോകുന്നത്? പക്ഷേ കൃത്യമായിട്ട് ചില നയതന്ത്ര ബന്ധങ്ങൾ അദ്ദേഹം അവിടെ സ്ഥാപിച്ചു. 2023 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൻസ് സന്ദർശിക്കുന്നു. 2024 ഫെബ്രുവരിയിൽ ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കിറിയക്കോവ് മിസോട്ടോക്കോവ് ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില ബന്ധങ്ങളിലേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് ഭീകരവാദത്തിനെതിരെ, സമുദ്ര മേഖലയിൽ ഉയരുന്ന ഈ ഭീഷണികൾക്കെതിരെ 2 രാജ്യങ്ങളും ഒന്നിച്ചേരുന്നു. ഇതിന് നിർണായകമായ ഒരു നീക്കം അല്ലെ കൈപിടിച്ചുയർത്തിയത് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ്. അപ്പം അജിത് ഡോവൽ ചില കൃത്യമായ പ്ലാനിങ് നടത്തി. ഇരു രാജ്യങ്ങളും ഏതാണ്ട് സമാനമായ ഭീഷണി നേരിടുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് ഉണ്ടായല്ലോ. ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായപ്പോൾ പാകിസ്ഥാനാണ് ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. അപ്പോൾ ഇന്ത്യക്ക് അതൊരു വലിയ ഭീഷണിയായിട്ട് മാറുന്നു. ഇതിന് സമാനമായ ഒരവസ്ഥ ഗ്രീക്കിനുണ്ട്. അതായത് ഇസ്രയേലിന് ഭീഷണി സൃഷ്ടിക്കുന്നത് ലിബിയയാണ്. ലിബിയയിൽ നിന്നുള്ള ഭീകര സംഘടനകളുണ്ട്, ഗസയിൽ നിന്നും ഇസ്രയേലിൽ നിന്നുള്ള ഭീകര സംഘടനകളുണ്ട്. ഈ 2 സംഘടനകളും ഇസ്രയേലിന് എങ്ങനെ ഭീഷണി ഉയർത്തുന്നു, അതുപോലെ തന്നെ ഗ്രീസിനും ഭീഷണി ഉയർത്തുന്നു. ആ സമയത്താണ് ഇന്ത്യയും ഗ്രീസും തമ്മിൽ കൂടി ചേരുന്ന അല്ലെ ഐക്യപ്പെടുന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗ്രീസിന് കൂടുതൽ ആയുധങ്ങൾ നൽകുന്നു. അതായത് അർമേനിയ എന്ന് പറയുന്ന ക്രൈസ്തവ രാജ്യം, ഈ അർമേനിയക്ക് എപ്പോഴും ഭീഷണി സൃഷ്ടിക്കുന്നത് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യവും അതുപോലെ അസർബൈജാനുമാണ്. ഈ അസർബൈജാൻ്റെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വാഭാവികമായും അർമേനിയ ഇന്ത്യയുമായിട്ട് കൂട്ടുണ്ടാക്കി. അങ്ങനെ നമ്മുടെ വ്യോമ പ്രതിരോധ ആയുധങ്ങൾ, മിസൈലൊക്കെ അവർക്ക് നൽകി. ഈ അസർബൈജാനും അതുപോലെ തന്നെ തുർക്കിയും ഒരു നിർണായക ഘട്ടത്തിൽ പാകിസ്ഥാനെ സഹായിക്കുന്നു. അതായത് ആയുധങ്ങളും പിന്നെ പണവും ഒക്കെ നൽകിയിട്ടാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, അവിടുത്തെ ഗവൺമെൻറ്, ആർമിയാണ് ഭീകരവാദികളെ സഹായിക്കുന്നത്, പിന്തുണയ്ക്കുന്നത്. ഇവരെ എന്നിട്ട് ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നു. ഇതിന് സമാനമായിട്ടാണ് ഇസ്രയേൽ ഈ ലിബിയയിൽ നിന്ന്, അതുപോലെ തന്നെ ലെബനനിൽ നിന്നൊക്കെയുള്ള ഭീഷണി നേരിടുന്നത്. ഇതേ ഭീഷണി ഗ്രീക്ക് നേരിടുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങൾക്കുമുള്ള ഭീഷണി ഒരേപോലെയാണ്. അപ്പം പുരാതന സംസ്കാരങ്ങൾ പേറുന്ന 3 രാജ്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയും ഗ്രീസും തമ്മിൽ പുരാതന കാലം മുതൽ തന്നെ വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ ഗ്രീക്ക് യവന കഥയിലേക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ബന്ധമുള്ളതുപോലെയാണ് ഭാരതത്തിനും വലിയ പാരമ്പര്യമുണ്ട്. ഭാരതത്തിൻ്റെ പാരമ്പര്യം ഏതാണ്ട് 5000 വർഷങ്ങൾക്കപ്പുറമാണ്. ഇസ്രയേലിൻ്റെ പാരമ്പര്യം ഏതാണ്ട് 3000 വർഷങ്ങൾക്കപ്പുറമാണ്. ഗ്രീസിനും ഇതുപോലെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിവിലൈസേഷനുകളുടെ ഒരു സംഗമം, അതാണ് ഇന്ത്യയും ഇസ്രയേലും ഗ്രീസും തമ്മിൽ ഒന്നിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ സൈനിക മേഖലയിൽ സഹകരണം ഉണ്ടാകുന്നു, ആഭ്യന്തര മേഖലയിൽ സഹകരണം ഉണ്ടാകുന്നു, സമുദ്ര മേഖലയിൽ സഹകരണം ഉണ്ടാകുന്നു. കൂടാതെ ഗ്രീസിലെ തുറമുഖങ്ങൾ ഇന്ത്യക്ക് ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്ന ഒരു കരാറിലേക്കും പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിലേക്ക് വ്യാപാരം വർദ്ധിപ്പിക്കാൻ കഴിയും. മാത്രമല്ല ഗ്രീസ് തുർക്കിക്കെതിരെ ഒരു പണി കൊടുക്കാനായിട്ട് നിൽക്കുന്നു. കാരണം തുർക്കിയും ഗ്രീസുമായിട്ട് എത്രയോ കാലമായിട്ട് ശത്രുതയാണ്. അതുകൊണ്ടാണ് ഗ്രീസ് തുറന്നു പറയുന്നത് അങ്ങോട്ടേക്ക് ആളുകൾ പോകരുത്, സഞ്ചാരികൾ പോകരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തുർക്കി, അതായത് എർദോഗൻ്റെ രാജ്യം ഒരുപക്ഷെ ഈ ഗ്രീസിന് നേരെ ആക്രമണവുമായിട്ട് വരാം. അങ്ങനെ ആക്രമിച്ചാൽ ഗ്രീസിന് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന രാജ്യം ഇന്ത്യയാവും. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യമാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഏറ്റവും അധികം ആയുധങ്ങളുടെ പ്രഹരശേഷി, പ്രതിരോധ സംവിധാനം ഇത് ലോകരാജ്യങ്ങൾ കണ്ടു. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം എത്രത്തോളം മികച്ചതാണ്, നമ്മുടെ മിസൈൽ സംവിധാനം എത്രത്തോളം ഖ്യാതി പരത്തുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് ഗ്രീസ് നമ്മളുമായിട്ട് സഹകരണത്തിലേക്ക് പോകുന്നു. ഇനി ഇസ്രയേലിൻ്റെ കാര്യം എടുത്ത് നോക്ക്. ഇസ്രയേൽ നമുക്ക് GPS ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തരുന്ന രാജ്യമാണ്. ഈ കാർഗിൽ വാർ സമയമൊക്കെ നമുക്കറിയാലോ. ആ ഇസ്രയേൽ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിലേക്ക് വരുന്നു. അപ്പോൾ ആയുധങ്ങൾ വാങ്ങുന്നു, കൊടുക്കുന്നു, പരസ്പര സഹായം, സഹകരണം, ഇതാണ് ഇന്ത്യയും ഇസ്രയേലിനെയും ഗ്രീസിനെയും
അടുപ്പിച്ചിരിക്കുന്നത്. അതായത് 3 രാജ്യങ്ങളും ചേർന്ന് സംയുക്ത സുരക്ഷാ ഒരു നിരീക്ഷണ വലയം തന്നെ സ്ഥാപിക്കുന്നുണ്ട്. ഇത് വലിയ ഭീഷണി ഉണ്ടാക്കുന്നത് തുർക്കിക്കാണ്. ഏതെങ്കിലും കാരണവശാൽ തുർക്കി ഇനി പാകിസ്ഥാനിലേക്ക് ഭീകരവാദം കയറ്റി അയക്കാൻ ശ്രമിച്ചാൽ, അവർക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകിയാൽ അതിനെ എതിർക്കാൻ ഗ്രീസ് മുമ്പിൽ നിൽക്കും. ഒപ്പം ഇസ്രയേലിൻ്റെ സഹായമുണ്ട്. ഇവിടെ ഇന്ത്യ എല്ലാത്തിനും പിന്തുണയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നരേന്ദ്രമോദി നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രീക്കുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുന്നു. അപ്പോൾ പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയും ഗ്രീക്കും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടെങ്കിലും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഗ്രീസിനെ സംബന്ധിച്ച് സമുദ്ര മേഖലയിൽ ഒരു നിർണായക ശക്തിയായിട്ട് മാറുകയാണ്. ഇന്ത്യൻ നാവിക മേഖലയും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമായി വരുന്നു. ഒപ്പം അമേരിക്ക ഏതാണ്ട് ഇസ്രായേലിനെ കൈവിടുന്നു. ഇസ്രായേലിനെ കൈവിട്ട് കഴിഞ്ഞാൽ അവർ ഒറ്റപ്പെടുമെന്ന് കരുതി അല്ല, ഇന്ത്യയുമായിട്ട് പുതിയ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഗസയിൽ നിന്നും ഈ പലസ്തീനയിൽ നിന്നും ഉണ്ടാകുന്ന ഭീഷണിയെ നേരിടാൻ ഇന്ത്യൻ സഹായം തേടാനും ഇസ്രായേൽ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് നിന്ന് തുർക്കിയുടെ ഭീഷണി, മറുവശത്ത് നിന്ന് അസർബൈജാൻ്റെ ഭീഷണി. ഈ ഭീഷണിയെ നേരിടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഒരു രാജ്യമാണ്. യൂറോപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ആര് വരുന്നു? ഈ പറയുന്ന ഗ്രീസ് വരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വൻ ശക്തിയാണ്. 3 രാജ്യങ്ങളോട് ഒന്നിച്ച് നിന്നാൽ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ നമ്മളെ പിടിച്ചു നിർത്താൻ, അല്ലെ നമ്മളെ ഒന്ന് പേടിച്ച് മാറി നിൽക്കാനല്ലാതെ മറ്റൊന്നും കഴിയില്ല. ശരിക്കും ഗ്രീസ് തുർക്കിയെ തീർത്താൽ അല്ലെങ്കിൽ അവരെ ആക്രമിച്ചാൽ തുർക്കിയുടെ നിലപാട് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. അതെ, തീർച്ചയായിട്ടും. തുർക്കി ഇപ്പോൾ തന്നെ തുർക്കിയിലേക്ക് ടൂറിസം വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു. തുർക്കിയിലെ ആപ്പിളുകൾ ഇന്ത്യൻ വിപണിയിൽ വിൽക്കാതെയാകുന്നു. ഏകദേശം 1600 കോടി രൂപയുടെ നഷ്ടമൊക്കെ വന്നെങ്കിൽ പോലും പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുമായി നമുക്ക് ഒരു തരത്തിലുള്ള ബന്ധം വേണ്ട എന്ന് പറയുന്നു. സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് തുർക്കിയിലെ ഇസ്താംബുളിലാണ്. അത് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മൊത്തത്തിൽ ഇന്ത്യ തുർക്കിയെ വരിഞ്ഞു മുറുകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇതിന് ഒപ്പം തന്നെയാണ് തുർക്കിയുമായി ശത്രുതയിൽ നിൽക്കുന്ന ഗ്രീസിനെ ഒപ്പം ചേർത്തുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇതിലും വലിയ തിരിച്ചടി ഇനി തുർക്കിക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ 2023 മാർച്ചിൽ ഈ സമയത്ത് ഏതൻസിൽ ഒരു ഭീകരാക്രമണം നടക്കാനായിട്ട് പദ്ധതി ഇടുന്നു. വലിയ ആസൂത്രണമാണ് അതിൻ്റെ പിന്നിൽ. പക്ഷേ ഗ്രീക്കിലെ ഇൻ്റലിജൻസ് വിഭാഗവും മൊസാദും ചേർത്ത് ഈ പദ്ധതിയെ തകർക്കുന്നു. അപ്പോൾ മൊസാദ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ സഹായം ഗ്രീക്കിലേക്ക് അവിടെ എത്തിക്കഴിഞ്ഞു. ഇവർ രണ്ടുപേരും കൂടി ഈ പദ്ധതി പൊളിച്ചപ്പോൾ 2 പേർ പിടിയിലായി. ഈ 2 പേരും പാക് പൗരന്മാരാണ്. ഈ 2 പൗരന്മാർക്കും ട്രെയിനിങ് ഉൾപ്പെടെയുള്ള സഹായം ചെയ്തത് പാക് ഗവൺമെൻറ്റും പാക് ആർമിയുമാണ്. സൈനിക സഹായവും സാമ്പത്തിക സഹായവുമായിട്ട് തുർക്കിയും കൂടെയുണ്ട്. ഈ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ അന്ന് സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന അജിത് ഡോവൽ നേരെ ഈ ഗ്രീക്കിലേക്ക് പോകുന്നു. അവിടുത്തെ ഈ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ സഹമേധാവിയുണ്ട് അത്താനിയോസ് ഡോക്കോസ്. ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിനെതിരെ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുന്നു. അന്നെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടാകുകയും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തിരിച്ചടി നൽകുകയും ചെയ്തപ്പോൾ ഗ്രീക്ക് വീണ്ടും നമ്മളുമായിട്ട് കൈകോർക്കുന്നത്. അപ്പോൾ നയതന്ത്ര ബന്ധം എപ്പോൾ തുടങ്ങി വെക്കുന്നോ അതിൻ്റെ ഉപയോഗം കാലങ്ങൾ കഴിഞ്ഞിട്ടാകും ഉണ്ടാകുക. ഈ 2024 ഈ അജിത് ഡോവൽ അവിടെ പോയത്. അത് ഏതാണ്ട് മാർച്ച് മാസത്തിലാണെങ്കിൽ ഡിസംബർ മാസത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഇൻ്റലിജൻസ് ഡയറക്ടറായ ലഫ്റ്റനൻറ്റ് ജനറൽ DS റാണയും അവിടെ ചെല്ലുന്നു. ഇതോടുകൂടി ഇൻ്റലിജൻസ് ഈ രഹസ്യങ്ങൾ ഇത് പരസ്പരം കൈമാറാനുള്ള ധാരണയിലേക്ക് എത്തുന്നു. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണത്തിൽ ഏറ്റവും നിർണായകമായത് ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്രയേലും ഇന്ത്യയും ഗ്രീക്കും തമ്മിൽ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ഇതിൻ്റെ അനന്തരഫലം ദൂഷ്യഫലം അനുഭവിക്കാൻ പോകുന്ന തുർക്കിയാണ്. തുർക്കി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തുർക്കിയെ കത്തിക്കാനായിട്ട് ഗ്രീക്ക് രംഗത്തേക്ക് ഇറങ്ങിയാൽ സൈനിക സഹായവുമായിട്ട് ഇന്ത്യ വരുന്നു, ഒപ്പം സാമ്പത്തിക സഹായമായിട്ട് ഇസ്രായേലും വരുന്നു. വലിയ മാറ്റമല്ലേ ഉണ്ടാകാൻ പോകുന്നത്? തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാകും. തുർക്കിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും.